भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷര സപര്യ ഇന്ന് 876 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം 27 അധ്യായം ക്രിയായോഗം അല്ലെങ്കിൽ പൂജാവിധികളെക്കുറിച്ച് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 31 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇവിടെ ഭഗവാൻ അർഘ്യപാദ്യാദികൾക്കുള്ള ജലം, അതിൽ നമുക്ക് ധനസമ്പത്തി ഉണ്ട് എങ്കിൽ, ഐശ്വര്യമുള്ള പക്ഷം ചന്ദനം, അതേപോലെ രാമച്ചം, പച്ചക്കർപ്പൂരം, കുങ്കുമം, അഗരു തുടങ്ങിയവ കൊണ്ട് അതിനെ സുഗന്ധപൂരിതമാക്കി ഭഗവാൻ അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. പിന്നെ പറഞ്ഞു സ്വർണഘർമാനുവാകേന, സ്വർണഘർമാനുവാകം കൊണ്ടും, സുവർണം, ഘർമ്മം, പരിവേദവേനം, ഇങ്ങനെയുള്ള ആ മന്ത്രങ്ങൾ. പൗരുഷേണാഭി സൂക്തേന സാമഭീരാജനാദിഭി, സ്വർണഘർമാനുവാകം കൊണ്ടും മഹാപുരുഷവിദ്യ കൊണ്ടും, പൗരുഷേണ സൂക്തേന അഭി, പുരുഷ സൂക്തം കൊണ്ടും, രാജനാദിഭി, രാജനാദികളായ സാമങ്ങൾ കൊണ്ടും അഭിമന്ത്രിക്കണം. ഇവിടെ പാദ്യം തുടങ്ങിയ ഉപചാരങ്ങൾ നിവർത്തിക്കാനുള്ള അല്ലെങ്കിൽ ആ സമയത്ത് ചൊല്ലേണ്ടുന്ന മന്ത്രങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നു. സുവർണം, ഘർമ്മം, പരിവേദവേനം, ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ. അതേപോലെ ജിതം തേ പുണ്ടരീകാക്ഷ നമസ്തേ വിശ്വഭാവന, സുബ്രഹ്മണ്യ നമസ്തേസ്തു നമഃ പുരുഷപൂർവജ എന്നിങ്ങനെയുള്ള മഹാപുരുഷ വിദ്യ കൊണ്ടും, സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ എന്ന രീതിയിൽ ആ പുരുഷ സൂക്തം കൊണ്ടും,
ഇന്ദ്രം നരോ നേമധിതാഹവന്തേ എന്ന ഋക്കിൽ ഗാനം ചെയ്യപ്പെട്ട സാമഗാനം കൊണ്ടും ഇങ്ങനെ വിവിധങ്ങളായ മന്ത്രങ്ങളെ കൊണ്ട്, അത് വേദമന്ത്രങ്ങളെ കൊണ്ടൊക്കെ പ്രത്യേകമായിട്ട് ഭഗവാനെ ഭജിക്കുക, അഭിമന്ത്രിക്കണം. പിന്നെ വസ്ത്രോപവീതാഭരണപത്രസ്രഗന്ധലേപനൈ അലങ്കുർവീത സപ്രേമ മദ്ഭക്തോ മാം യഥോചിതം. സപ്രേമ, പ്രേമത്തോടുകൂടി, മദ്ഭക്ത, എൻ്റെ ഭക്തൻ, യഥോചിതം, വേണ്ട പോലെ, മാം, എന്നെ, വസ്ത്രോപവീതാഭരണപത്രസ്രഗന്ധലേപനൈ, വസ്ത്രം, ഉപവീതം, പൂണൂല്, ആഭരണം, തുളസിമാല, ചന്ദനം തുടങ്ങിയവ കൊണ്ട് അലങ്കുർവീത, അലങ്കരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ഭക്തൻ പരമമായ ഭക്തി കാണിച്ചും കൊണ്ട് എല്ലാവർക്കും ആ ഭക്തി ഉണ്ടാവാൻ പാകത്തിന്, പൂജകൻ അവനവന് ഭക്തി ഉണ്ടായാൽ മാത്രം പോരാ, മറിച്ച് മറ്റുള്ളവർക്ക്, കാണുന്ന ആളുകൾക്ക് കൂടി ഭക്തി തോന്നുന്ന തരത്തിൽ ഭഗവാനെ അലങ്കരിക്കണം എന്ന് പറഞ്ഞു. വസ്ത്രോപവീതാഭരണപത്രസ്രഗന്ധലേപനൈ. അപ്പം എന്തു വേണം? വളരെ നല്ല മഞ്ഞപ്പട്ടൊക്കെ ഉടുപ്പിക്കുക, അല്ലെങ്കിൽ പട്ടുകോണം ഉടുപ്പിക്കുക, അതേപോലെ പൂണൂല്, ആഭരണങ്ങൾ, തുളസിമാല, മറ്റ് മാലകൾ, പിന്നെ ചന്ദനച്ചാർത്തണിയിക്കുക. ഭഗവാന്റെ ഏത് രൂപത്തിലാണോ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ ഭഗവത് വിഗ്രഹത്തിൽ ചന്ദനച്ചാർത്തണിയിക്കുക. ആ ചന്ദനച്ചാർത്തിലൂടെ കാണുന്ന ഭക്തന്മാർക്കും അവർക്കും ഉള്ളിൽ ഭക്തി ജനിക്കുന്ന തരത്തിൽ വളരെ ഭംഗിയായി, യഥോചിതം, ഉചിതമനുസരിച്ച്, വേണ്ടതുപോലെ ഭഗവാനെ അലങ്കരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പാദ്യമാചമനീയം ച ഗന്ധം സുമനസോക്ഷതാൻ ധൂപദീപോപഹാര്യാണി ദദ്യാൻമേ ശ്രദ്ധയാർച്ചക. അർച്ചക, പൂജകൻ എന്തു ചെയ്യണം? പാദ്യം, പാദോദകം, ആചമനീയം, ആചമനത്തിനുള്ള ജലം, ഗന്ധം, ചന്ദനം, സുമനസഹ, പുഷ്പങ്ങൾ, അക്ഷതാൻ, ആ കുറിക്കൂട്ടിനുള്ള അക്ഷതം, ധൂപദീപോപഹാര്യാണി, ധൂപം, ദീപം, നൈവേദ്യം, ഇവയെ അർച്ചകൻ ശ്രദ്ധയാ മേ ദദ്യാൽ, വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി എനിക്ക് നൽകണം. ഇവിടെ പറയുന്നു, എല്ലാവരും അനുഷ്ഠിക്കേണ്ടുന്ന വിധം പറയുകയാണ്. പാദ്യം, ആചമനീയം, ചന്ദനം, പുഷ്പം, പിന്നെ ആ നെല്ലും അരിയും ചേർന്നിട്ടുള്ള അക്ഷതം, ധൂപം, ദീപം, നൈവേദ്യം, ഇതൊക്കെ ശ്രദ്ധയോടുകൂടി സമർപ്പിക്കണം പൂജകൻ. ഗുഡപായസ സർപ്പീംഷി ഷഷ്കുല്യാപൂപമോദകാൻ സംയാവദധി സൂപാംശ്ച നൈവേദ്യം സതി കൽപ്പയേൽ. എന്തൊക്കെ വേണം? ഗുഡപായസ സർപ്പീംഷി, ശർക്കര, പാല്, നെയ്യ് ഇവ കൊണ്ടുണ്ടാക്കിയ പായസം. അപ്പോൾ പഞ്ചാര പായസം, അതേപോലെ ശർക്കര പായസം, ഇതൊക്കെ വേണം. പിന്നെ ഷഷ്കുല്യാപൂപമോദക, മുറുക്ക്, അപ്പം, കൊഴുക്കട്ട, സംയാവദധി സൂപാൻ, തൈരിൽ വേവിച്ച ആ ധാന്യം കൊണ്ടുണ്ടാക്കുന്ന ചിത്രാന്നം, ഇങ്ങനെ നൈവേദ്യത്തെ വിഭവേ സതി, ഐശ്വര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ വേണം. ഭക്തേന മമ വാര്യപി എന്ന് ഭഗവാൻ പറഞ്ഞു. എനിക്കൊരു തുള്ളി വെള്ളം തന്നാലും ഭക്തിയോടുകൂടി തന്നാൽ ഞാനത് സ്വീകരിക്കും. അതല്ല, ധനസ്ഥിതിയുണ്ട്, സമ്പത്തുണ്ട് എങ്കിൽ ഈ തരത്തിലൊക്കെ വേണമെന്നാണ്. ഐശ്വര്യമുള്ളവനാണ് എങ്കിൽ നെയ്പായസം, പഞ്ചാരപ്പായസം, പലതരത്തിലുള്ള നൈവേദ്യങ്ങൾ എനിക്കായിട്ട് നിവേദിക്കണം. ഇനി സമൃദ്ധിയില്ലെങ്കിലോ? ഇതിപ്പോൾ പൂജകന്റെ കാര്യം മാത്രമല്ല, ഒരു ക്ഷേത്രത്തിൻ്റെ അവസ്ഥയിലും അങ്ങനെയാണ്. ഭഗവാന് എല്ലാ ദിവസവും നിവേദ്യം വേണം. അത് ഏറ്റവും ചെറുതാണെങ്കിലും ഭക്തിയോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ സ്വീകരിക്കും. വിശേഷാവസരങ്ങളിൽ സമ്പത്ത് അനുവദിക്കുമെങ്കിൽ കേമായിട്ടാവാം. അതല്ല, എല്ലാ ദിവസവും അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ആവാം, അല്ലേ? ഗുരുവായൂരമ്പലത്തിൽ ഭഗവാന് സമർപ്പണം ചെയ്യുന്നത് പോലെ നമുക്ക് മറ്റ് സാധാരണ ക്ഷേത്രങ്ങളിൽ പറ്റില്ല. അപ്പൊ സമ്പത്തുണ്ടെങ്കിൽ സമ്പത്തുള്ളതുപോലെ
ഇനി സമ്പത്ത് കുറവാണെങ്കിലോ ആ തരത്തിൽ. ഏതാണെങ്കിലും വിരോധമില്ല. ഭക്തിയോടും ശ്രദ്ധയോടും കൂടി എനിക്ക് നൽകണം എന്ന് ഭഗവാൻ പ്രത്യേകമായിട്ട് പറയുന്നു. പിന്നെയോ അഭ്യങ്കോന്മർദ്ദനാദർശദന്തധാവാഭിഷേചനം അന്നാദ്യഗീത നൃത്യാദി പർവണി സ്യുരുതാന്വഹം. അഭ്യങ്കോന്മർദ്ദനാദർശ ദന്തധാവാഭിഷേചനം. അഭ്യംഗം ഉന്മർദ്ദനം, ആദർശം ദന്തധാവനം, അഭിഷേചനം. പിന്നെ അന്നാദ്യ ഗീത നൃത്യാദി, അന്നം മുതലായവ, ഗീതം നൃത്യം തുടങ്ങിയവ. അന്വഹം ദിവസം തോറും, ഉത അല്ലെങ്കിൽ പർവണി വാവ് തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ സ്യു ഭവിക്കണം, അല്ലെങ്കിൽ അതൊക്കെ വേണം എന്നാണ്. എണ്ണയാടുക അഭ്യംഗം. പിന്നെ ഉന്മർദ്ദനം വാകചാത്ത. ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടി കാണിക്കുക. അതേപോലെ ദന്തധാവനം മുഖശുദ്ധി ചെയ്യുക. അഭിഷേചനം പഞ്ചാമൃതം പഞ്ചഗവ്യം തുടങ്ങിയവയൊക്കെ അഭിഷേകം ചെയ്യുക. പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഭോജ്യപദാർത്ഥങ്ങൾ ഭഗവാന് സമർപ്പിക്കുക. പിന്നെ ഭഗവാന്റെ പാട്ടുകൾ പാടുക, ഭജനം. അതേപോലെ തന്നെ പലതരത്തിലുള്ള നൃത്തങ്ങൾ, അത് ഭഗവാന് സമർപ്പിക്കുക. അത് സമ്പത്തുണ്ടെങ്കിൽ എല്ലാ ദിവസവും വേണമെന്നാണ്. അതല്ലെങ്കിലോ ഇല്ലെങ്കിൽ പർവണീശ്വരുതാന്വഹം, പർവണി വാവ് തുടങ്ങിയ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ ഉത്സവ ദിവസങ്ങളിൽ ഒക്കെ ഇത് പ്രത്യേകമായിട്ട് ചെയ്യണം എന്ന് ഭഗവാൻ പറയുന്നു. വിധിനാ വിഹിതേ കുണ്ടേ മേഖലാഗർത്തവേദിഭി അഗ്നിമാധായ പരിത സമൂഹേൽപാണിനോദിതം. വിധിന വിധിപ്രകാരം മേഖലാഗർത്തവേദിഭി, മേഖലാഗർത്തം വേദി ഇവകളോടുകൂടി വിഹിതേ നിർമ്മിച്ചതായിട്ടുള്ള കുണ്ടത്തിൽ വൻ അഗ്നിം ആധായ തീ ജ്വലിപ്പിച്ചിട്ട് ഉദിതം പരിതഃ ഉജ്ജ്വലിച്ച അതിനെ 4 ഭാഗത്തു നിന്നും കൈകൊണ്ട് സമൂഹേൽ അതിനെ ആ നടുവിലേക്ക് ഒരു കൂമ്പാരം മാതിരി ചേർക്കണം എന്നാണ്. ഇപ്പോൾ അഗ്നിയിൽ എന്നെ പൂജിക്കുക എന്നുള്ളത് വളരെ വിശേഷമാണ്. അഗ്നി ജ്വലിപ്പിക്കാനുള്ള യാഗകുണ്ഡത്തിൻ്റെ പ്രത്യേകത എന്താ? ആ കുണ്ഡം ഇത്ര വീതി, ഇത്ര നീളം, ഇത്ര ആഴം. ഇതിന് പ്രമാണങ്ങളുണ്ട്. സാധാരണ രീതിയിൽ സമചതുരത്തിലാണ് ഇത്തരത്തിലുള്ള ഹോമകുണ്ഡങ്ങളൊക്കെ നിർമ്മിക്കുക. ആ പ്രമാണങ്ങൾ ഗുരുമുഖത്ത് നിന്ന് അറിഞ്ഞ് അത് വേണ്ടതുപോലെ നിർമ്മിച്ച് മേഖലാകൃത്ത വേദി, ആ വിഹിതെ വേണ്ട പോലെ നിർമ്മിച്ചിട്ടുള്ള കുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിക്കുക. അത് അഗ്നിയെ നടുവിലേക്കായിട്ട് കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു ഭാഗത്തല്ല അഗ്നി ജ്വലിക്കേണ്ടത്, നേരെ നടുവിലാണ് അഗ്നി ജ്വലിക്കേണ്ടത് എന്ന് ചുരുക്കം. എന്നിട്ടോ പരിസ്ഥിതിയാധ പര്യുക്ഷേദന്വാധായ യഥാവിധി പ്രോക്ഷണ്യാസാദ്യ ദ്രവ്യാണി പ്രോക്ഷ്യാഗ്നൗ ഭാവയേതമാം. അങ്ങനെ ഇവിടെ പറയാണ് പരിസ്ഥിതിയ, അത് പരത്തിയിട്ട്, പര്യുക്ഷേദ് അതിനെ പ്രോക്ഷിക്കുക, യഥാവിധി വിധിപ്രകാരം, അന്വാധായ അന്വാധാനം ചെയ്തിട്ട്, പ്രോക്ഷണ്യ ആസാദ്യ ഉദ്ധരണി കൊണ്ട് എടുത്തിട്ട്, ദ്രവ്യാണി ദ്രവ്യങ്ങളെ, അഗ്നൗ പ്രോക്ഷ്യ അഗ്നിയിലേക്ക് ഹോമിച്ചിട്ട്, മാം ഭാവയേത എന്നെ ഭാവിക്കണം. അപ്പം അഗ്നിയെ ദർഭ കൊണ്ട് അഗ്നികുണ്ഡത്തിൽ തന്നെ പരത്തി മന്ത്രപരിശുദ്ധമായ ജലം അതിൻ്റെ മീതെ തളിച്ച് സമിത്തുക്കൾ വീണ്ടും ജ്വലിപ്പിക്കുക. അങ്ങനെ ആ അഗ്നിയിൽ ഹോമിക്കാനുള്ള പദാർത്ഥങ്ങൾ അത് സ്രുവം കൊണ്ടോ ഒക്കെ എടുത്തിട്ട് അത് വേണ്ടതുപോലെ ഭക്തിയോടെ ശ്രദ്ധയോടെ ആ ഹോമാഗ്നിയിലേക്ക് സമർപ്പിക്കണം. അവിടെ എന്ത് വിചാരിക്കണം? ആ അഗ്നിമധ്യത്തിൽ ഭഗവാനാണ് എന്ന് സങ്കല്പിച്ചും കൊണ്ട് അതിലേക്ക് സമർപ്പിക്കണം എന്ന് പറയുന്നു. തപ്തജാംബൂനദപ്രഖ്യം ശംഖചക്രഗദാംബുജൈ ലസൽ ചതുർഭുജം ശാന്തം പത്മകിഞ്ചൽക്കവാസസം. തപ്തജാംബൂനദപ്രഖ്യം ഉരുക്കിയ സ്വർണം പോലെ പ്രകാശിക്കുന്നവനായി. ഭഗവാനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് പറയുകയാണ്.
ശംഖചക്ര ഗദാംബുജൈ, ശംഖം, ചക്രം, ഗദ, പത്മം, ലസൽ ചതുർഭുജം, ഇതുകൊണ്ട് ശോഭിക്കുന്ന 4 തൃക്കൈകളോടുകൂടിയവനായി, ശാന്തം പത്മകിഞ്ചൽക്കവാസസം, ശാന്തനായി താമരയുടെ കേസരം പോലെ മഞ്ഞ നിറമുള്ള വസ്ത്രം ഉടുത്തവനായിട്ട് ഭഗവാനെ കാണണം. ഭഗവാന്റെ സ്വരൂപം എങ്ങനെയാ? കാർമേഘവർണ്ണനായിട്ടല്ല പറയണത്. ഇവിടെ പറയുകയാണ് ഉരുക്കിയ പൊന്നുപോലെ പ്രകാശിക്കുന്ന ദേഹകാന്തി ഭഗവാന്. അപ്പോൾ അഗ്നി പോലെ തന്നെ ഭഗവാന്റെ ആ ദിവ്യമായ ശരീരത്തെയും കണ്ടുകൊണ്ട് ആ 4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, ഗദ, പത്മം, അവിടെ സുദർശനം, പാഞ്ചജന്യം, കൗമോദകി, താമരപ്പൂവൊക്കെ ധരിച്ചും കൊണ്ട് ഏറ്റവും പ്രകാശമുള്ള ആ 4 കൈകളും ശാന്തമായ സ്വരൂപം, ജ്വലിക്കുകയാണെങ്കിലും വളരെ ശാന്തമാണത്, ശാന്തമായ അഗ്നി പോലെ. അങ്ങനെ താമരപ്പൂവിനുള്ളിലുള്ള കേസരത്തിന് തുല്യമായ പത്മകിഞ്ചൽക്കവാസസം, ആ തരത്തിലുള്ള മഞ്ഞപ്പട്ടൊക്കെ ധരിച്ചിട്ട്, പിന്നെയോ സ്ഫുരൽ കിരീട കടക കടിസൂത്രവരാംഗദം ശ്രീവത്സവക്ഷസം ഭ്രാജൽ കൗസ്തുഭം വനമാലിനം. പിന്നെ ഭഗവാന്റെ അടുത്ത വിവിധങ്ങളായിട്ടുള്ള അലങ്കാരങ്ങളെക്കുറിച്ച് പറയുകയാണ്. സ്ഫുരൽ കിരീട കടക കടിസൂത്രവരാംഗദം, സ്ഫുരൽ കിരീടം, നല്ല പ്രകാശമുള്ള കിരീടം, കടകം, വള, അരഞ്ഞാണ്, കടിസൂത്രം, കടകം, കടിസൂത്രം, പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള തോൾവള, ഇതൊക്കെ ധരിച്ച് ശ്രീവത്സവക്ഷസം, ശ്രീവത്സമുള്ള മാറിടം, ഭ്രാജൽ കൗസ്തുഭം, ശോഭിക്കുന്ന കൗസ്തുഭം എന്ന രത്നം, വനമാലിനം, വനമാലയും ധരിച്ചും കൊണ്ടുള്ള ഭഗവാൻ. ഏറ്റവും സുന്ദരമായ ശോഭനമായ പ്രകാശിക്കുന്ന കിരീടം, അതേപോലെ തന്നെ മറ്റ് വിവിധങ്ങളായിട്ടുള്ള ഭഗവാന്റെ ആഭരണങ്ങൾ, ശ്രീവത്സം എന്ന മറുകുള്ള മാറ്, ആ മാറിൽ പ്രകാശിക്കുന്ന കൗസ്തുഭരത്നം, അതേപോലെ തന്നെ മുട്ടുവരെ നീണ്ടുകിടക്കുന്ന വനമാല ഭഗവാന്റെ. അങ്ങനെയുള്ള ഭഗവാനെ ധ്യാനിക്കണം. പിന്നെ ധ്യായന്നഭ്യർച്യ ദാരുണി ഹവിഷാഭിഘൃതാനി ച പ്രാസ്യാജ്യഭാഗവാഘാരോ ദത്വാചാജ്യപ്ലുതം ഹവി. ധ്യായൻ അഭ്യർച്യ, ധ്യാനിക്കുന്നവനായിട്ട് പൂജിച്ചിട്ട് ഭഗവാനെ ഈ രൂപത്തിൽ ധ്യാനിച്ച് ഭഗവാനെ പൂജിക്കുക. ഹവിഷ, നെയ്യുകൊണ്ട്, അഭിഘൃതാനി, നനയ്ക്കപ്പെട്ട ദാരുണി, സമിത്തുക്കളെ, പ്രാസ്യ, ഇട്ടിട്ട്, ആഘാരവും അഗ്നികുണ്ഡത്തിൽ, ആജ്യപ്ലുതം, നെയ്യൊഴിച്ച്, ഹവി, ഹവിസ്സിനെയും ആജ്യഭാഗവും ആജ്യഭാഗങ്ങളെയും ദത്വ, ദാനം ചെയ്തിട്ട്. അപ്പോൾ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ ആ അഗ്നിയിൽ കണ്ടുകൊണ്ട് ധ്യാനിച്ചിട്ട് പൂജിച്ച ശേഷം ഹോമിക്കാനായി കൊണ്ടുവന്നിട്ടുള്ള സമിത്തുക്കളുണ്ട്. അത് നെയ്യുകൊണ്ട് നനച്ച് അഗ്നിയിൽ അതിനെ ജ്വലിപ്പിക്കുക. അപ്പോൾ അതോടുകൂടി നെയ്യ് അതിൽ സമർപ്പിക്കുകയും വേണം. അത് ഹവിസ് സമർപ്പിക്കണം. മറ്റ് ആജ്യഭാഗങ്ങളെയൊക്കെ അതിലേക്ക്, ആ അഗ്നിയിലേക്ക് സമർപ്പിക്കുക. ജുഹുയാൻ മൂലമന്ത്രേണ ഷോഡശർച്ചാവധാനത ധർമാദിഭ്യോ യഥാന്യായം മന്ത്രൈ സൃഷ്ടകൃതം ബുധ. മൂലമന്ത്രേണ, മൂലമന്ത്രം കൊണ്ട്, ഷോഡശർച്ചാവധാനത, 16 ഋക്കുകളുള്ള പുരുഷ സൂക്തം കൊണ്ടും, മന്ത്രൈഹി, മന്ത്രങ്ങൾ കൊണ്ടും, യഥാന്യായം ധർമാദിഭ്യ, ന്യായപ്രകാരം ധർമാദികൾക്കായിക്കൊണ്ട്, ബുധ, വിദ്വാനായിരിക്കുന്ന ആള്, ശിഷ്ടകൃതം ജുഹുയാൽ, ഇഷ്ടത്തെ നൽകുന്ന അഗ്നിയെയും ഹോമിക്കണം എന്ന് പറയുന്നു. അപ്പോൾ നെയ്യ് ആ ഭഗവാന്റെ സ്വരൂപമായിരിക്കുന്ന അഗ്നിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അഗ്നിമധ്യത്തിൽ ആ ഭഗവാൻ തന്നെ മിന്നിത്തിളങ്ങുന്നതായിട്ട് കണ്ട് ആ ഭഗവാനെ ധ്യാനിച്ച് മൂലമന്ത്രം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരീ മന്ത്രം, മൂലമന്ത്രം ജപിച്ച് പുരുഷ സൂക്തം കൊണ്ട് ഭഗവാനെ പൂജിച്ച് ഇഷ്ടപൂർത്തി വരുത്തുന്ന ഭഗവാന്റെ
പ്രതിബിംബമായിരിക്കുന്ന അഗ്നിയെ ഹോമിക്കണം എന്ന് അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞു. അഭ്യർച്യാധ നമസ്കൃത്യ പാർഷദേഭ്യോ ബലിം ഹരേൽ മൂലമന്ത്രം ജപേത് ബ്രഹ്മ സ്മരൻ നാരായണാത്മകം. അഭ്യർച്യ പൂജിച്ചിട്ട്, അധ പിന്നെ അത് കഴിഞ്ഞാൽ എന്ത് വേണം? നമസ്കൃത്യ നമസ്കരിച്ചിട്ട്, പാർഷദേഭ്യ പാർഷദന്മാരായി ബലിം പൂജയെ ഹരേത് ചെയ്യണം. നാരായണാത്മകം ബ്രഹ്മ നാരായണ സ്വരൂപമായ ആ ബ്രഹ്മത്തെ സ്മരൻ ധ്യാനിക്കുന്നവനായി മൂലമന്ത്രം ജപേത് മൂലമന്ത്രത്തെ ജപിക്കണം. അങ്ങനെ സൃഷ്ടകൃതേ സ്വാഹ എന്ന അഗ്നിയെ പൂജിച്ച് നമസ്കരിക്കുക. പിന്നെ നന്ദൻ, സുനന്ദൻ, കുമുദൻ, കുമുദേക്ഷണൻ തുടങ്ങിയ ഭഗവാന്റെ പാർഷദന്മാർക്ക് 8 ദിക്കിലും ബലി കൊടുക്കണം എന്നാണ്. പിന്നെ ഭഗവാന്റെ മുമ്പിൽ ആ സർവന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ച് മൂലമന്ത്രം എത്ര പ്രാവശ്യം ജപിക്കാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം ജപിക്കുക. അത് കഴിഞ്ഞാലോ ദത്വാചമനമുച്ഛേഷം വിശ്വക്സേനായ കൽപ്പയേൽ മുഖവാസം സുരഭിമൽ താംബൂലാദ്യമഥാർഹയേൽ. ആചമനം ദത്വ ആചമനം കൊടുത്തിട്ട് ഉച്ഛേഷം ഉച്ഛേഷത്തെ വിശ്വക്സേനായി കൊണ്ട് കൊടുക്കുക. പിന്നെ സുരഭിമത് താംബൂലാദ്യം വാസനയുള്ള താംബൂലം തുടങ്ങിയ മുഖവാസനത്തെ ദത്വ ദാനം ചെയ്തിട്ട് പൂജിക്കണം എന്നാണ്. ബിംബത്തിലും അഗ്നിയിലും ഭഗവാന്റെ ഭോജന സമാപ്തി ധ്യാനിക്കുക. എന്നിട്ടോ ആചമനീയം കൊടുക്കുക. അതിനുശേഷം ഉച്ഛേഷത്തെ വിശ്വക്സേനായിട്ട് സമർപ്പിക്കുക. ആ വിശ്വക്സേനന്റെ അനുജ്ഞ സിദ്ധിച്ചതായിട്ട് മനസ്സിലാക്കി പൂജകൻ ഭുജിക്കണം. പിന്നെ നല്ല വാസനയുള്ള താംബൂലം, ക്രമുകം ഇങ്ങനെയുള്ളതൊക്കെ ഭഗവാന് നിവേദിച്ച് പുഷ്പാഞ്ജലി കഴിക്കണം. അപ്പൊ പ്രസന്ന പൂജ വരെ, ആ പ്രസന്ന പൂജയിലെ പുഷ്പാഞ്ജലി വരെയുള്ള ഭാഗമാണ് നമ്മൾ ഇപ്പതാ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം മുതൽ 44-ാമത്തെ ശ്ലോകം മുതൽ ഭഗവാന്റെ മുമ്പിൽ പാട്ടുപാടുകയും നൃത്തം വയ്ക്കുകയൊക്കെ വേണം എന്ന് ഭഗവാൻ പറയുന്നു. ആ രംഗം 44-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം.
കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ
പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.